എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് എന്തോ ഒരു ഭാഗ്യമുള്ള സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടത്. ഒരു കാലഘട്ടത്ത് ജോജി ചേട്ടൻ ഭയങ്കര അഹങ്കാരിയാണ് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ തിരുത്തി പറയിപ്പിച്ചു. കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ഒരുമിച്ച് പ്രവർത്തിച്ച ജോജി ചേട്ടൻ എന്താണ്? ജോജി ചേട്ടൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞവരാണ് അഹങ്കാരികൾ. ജോജി ചേട്ടൻ അഹങ്കാരിയൊന്നുമില്ല. അതൊക്കെ വെറുതെ സ്വീറ്റ് പേഴ്സൺ ആണ്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരാളെ നേരിട്ട് പരിചയപ്പെടേണ്ട എങ്ങനെയാണ് ഇങ്ങനെ സത്യം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. എന്നെ കണ്ടിട്ട് എത്ര സ്ഥലത്തു നിന്ന് ആൾക്കാരെ പിടിച്ചിട്ട് എന്തൊക്കെയാ ചോദിക്കണെന്ന് അറിയുന്നിട്ട് എന്തൊക്കെയാ ചോദിക്കുന്നത്? മച്ചാനെ കയ്യിൽ വല്ലതും ഉണ്ടാ? അത് എനക്ക് എന്താ വേണ്ടത്? അല്ല ഇത് മറിച്ചത് കുറെ സ്കോഡന്മാർ പിടിച്ചിട്ടുണ്ട് തന്നെ. ആന്ന് ബ്രോ, പല സീനിലും. എന്തിനു എനിക്ക് മനസ്സിലാണല്ല. ഇവര് രൂപം കണ്ടുള്ള പരിപാടിയാണ് ഇത്. ഒരിക്കലും ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ജനിച്ചപ്പോ നോക്കിയിട്ട് രൂപം ഇതാണ്. തലവെട്ടി കളയാൻ പറ്റുമോ? തലവെട്ടി തിരിച്ചു വെക്കാൻ പറ്റുമോ? നടക്കൂല. അങ്ങനെ ഒരുപാട് പേര് അത് കഴിഞ്ഞ ശേഷം മുടി നരച്ച് താടി നരച്ചപ്പോഴേക്ക് ദേവോ നരഭോജി എന്നായി. എന്തോ ചെയ്താലും പ്രശ്നമാണ്. എന്ത് ചെയ്താലും പ്രശ്നമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ലതാണെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം. എന്നാൽ വേണ്ടപ്പെട്ട കൂട്ടുകാർക്കും അറിയാം. അതിനപ്പുറം ആരും ബോധിപ്പിക്കണ്ട. എന്തിനാ ബോധിപ്പിക്കണം? അതിന്റെ ആവശ്യമില്ല.